ഹലോ. അപ്പോൾ ഇന്ന് ഞാനൊരു അടിപൊളി ക്രാഫ്റ്റായിട്ടാണ് വന്നത്. നമ്മൾ ചെറുതിൽ കളിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത ഒരു ടോയ് ആയിരിക്കും അല്ലേ, ബാർബി ഡോളിൻ്റെ സെറ്റും. അതിൻ്റെ ഡ്രസ്സും അതിന് മേക്കപ്പ് ചെയ്യാനുള്ളതും അതുപോലെ അതിൽ മെയിനായിട്ടുണ്ടാവുന്ന ഒരു സാധനമാണ് ഈ മിറർ. അപ്പോൾ ഇന്ന് ഞാനതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതും കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് ഞാനൊരു ഫ്ലവർ ഷേപ്പാണ് നോക്കിയത്. ഫ്ലവർ ഷേപ്പൊന്നും ആയില്ലെങ്കിലും ഏകദേശം അതൊരു ഫ്ലവർ ഷേപ്പിനെ പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കാർഡ്ബോർഡ് പീസിനെടുത്തിട്ട് ഒരു ഫ്ലവർ ഷേപ്പൊക്കെ വരണേ നടുവിൽ നമ്മൾ ആ മിറർ വെക്കാനുള്ള പീസിൽ മിററിൻ്റെ സൈസിൽ ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. ഞാനൊരു റെഡും വൈറ്റും കൂടിയും ചേർത്തിട്ട് ഒരു പിങ്ക് കളറാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരിക്കും വയലറ്റ് കളറൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ആ കളറൊന്നും ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഒരു വൈറ്റും റെഡും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പിങ്ക് കളറ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ പിങ്ക് കളറാണ് ഞാൻ ഇതിൽ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഈ ഒരു പിങ്ക് കളറ്. പക്ഷേ ഇത് ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണാൻ കുറച്ചും കൂടി ലൈറ്റ് കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ പെറ്റൽസിലും ആ കളറ് ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ പെറ്റൽസും മുഴുവൻ ഞാൻ ആ പിങ്ക് കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പർപ്പിളോ വയലറ്റോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിക്കുക കേട്ടോ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാൻ മിററിൻ്റെ കാലിന് റെഡ് കളറാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ നമ്മുടെ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ മിറർ അവിടെ ഫിക്സ് ചെയ്യണം. ഇത് ഉണങ്ങാൻ വെച്ചിട്ട് ഞാൻ ഡ്രയറും കൊണ്ടൊന്ന് ഉണക്കിയെടുത്തു പെട്ടെന്ന്. എന്നിട്ട് ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഗ്ലൂ ഫുള്ളായിട്ട് നമ്മുടെ മിററിൻ്റെ ബാക്കിൽ ഇതുപോലെ തേച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ മിററിൻ്റെ ഫുള്ളായി തേക്കേണ്ട ബാക്കിൽ. എന്നിട്ട് നമ്മുടെ കാർഡ്ബോർഡ് പീസിൽ ഇത് ഒട്ടിക്കുക. ഇത് ഒട്ടാൻ കുറച്ച് സമയം എടുക്കും, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മൊത്തമായിട്ട് തേക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് കറക്റ്റ് ആ റൗണ്ടിൽ തന്നെ ഫിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി അത് ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മുടെ അടിപൊളി മിറർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തോ ഒരു കുറവുള്ളതുപോലെ തോന്നി. അപ്പോൾ നമ്മുടെ കവായി സ്റ്റിക്കർ ഇല്ലേ കയ്യിൽ, ആ കവായി സ്റ്റിക്കർ എടുത്തിട്ട് ഞാൻ കുറച്ച് സ്റ്റാർ ഉണ്ടാകുന്നതിൽ ആ സ്റ്റാർ നമ്മുടെ മിററിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മിറർ ഏകദേശം അതുപോലെ അതിൽ സ്റ്റിക്കറൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളും ട്രൈ ചെയ്യണേ.